ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രീൻ ഹൈഡ്രജനെ പറ്റിയാണ്. അപ്പോൾ ഗ്രീൻ ഹൈഡ്രജന് ഫ്യൂൽ ഓഫ് ദ ഫ്യൂച്ചർ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഫ്യൂച്ചറിൽ ഒരു ഗ്രീൻ ഹൈഡ്രജൻ ആയിരിക്കും ഫ്യൂലായിട്ട് യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ളത്. അതിന് റീസൺ ആയിട്ട് പറയുന്നത് ഗ്രീൻ ഹൈഡ്രജന് പൊല്യൂഷൻ ഇല്ല, അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ പിന്നെ ഇതിപ്പോൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രീൻ ഹൈഡ്രജൻ്റെ പ്രൊഡക്ഷന് മേക്കിംഗ് കോസ്റ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ ടെക്നോളജീസ് ഒക്കെ ഒരു ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗ്രീൻ ഹൈഡ്രജൻ ലോ കോസ്റ്റിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ആ സമയത്ത് ഈ ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനീസൊക്കെ നല്ല രീതിയിൽ അപ്സൈഡ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിലവിൽ 6 കമ്പനീസാണ് മെയിനായിട്ട് ഇപ്പോൾ ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. റിലയൻസ്, ലാർസൻ ആൻഡ് ടർബോ, NTPC, കെയിൽ, ടാറ്റ പവർ, MTAR ടെക്നോളജീസ്. ഓക്കെ, അപ്പോൾ ഈ കമ്പനീസൊക്കെയാണ് ഇപ്പോൾ മെയിനായിട്ട് ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇപ്പോൾ ഈ ഒരു സ്റ്റോക്സുകളൊക്കെ ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ ഗ്രോത്ത് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ 5 ഇയേഴ്സിൻ്റെ റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ കമ്പനീസും 100% മുകളിൽ നമുക്ക് റിട്ടേൺ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കേണ്ടത് ഇപ്പോൾ ഇറങ്ങി നിൽക്കുന്ന ഏത് സ്റ്റോക്സാണെന്ന് നോക്കാം. അപ്പോൾ 1 മന്ത് എടുക്കാം. ആ ഇറങ്ങി നിൽക്കുന്ന സ്റ്റോക്സുകളിൽ ഏതെങ്കിലും സ്റ്റോക്സുകൾ സപ്പോർട്ടിന് എടുത്ത് വരാണെങ്കിൽ അവിടെ നമുക്ക് നല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നല്ല രീതിയിൽ നമുക്ക് റിട്ടേൺ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ റിലയൻസ് 8.3% ഇറങ്ങി നിൽക്കുകയാണ്. പിന്നെ MTR ടെക്നോളജീസ് 9.8% ഇറങ്ങി നിൽക്കുന്നുണ്ട്. പക്ഷേ ഞാൻ റിലയൻസ് ആണ് നോക്കുന്നത്. കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ളത് റിലയൻസ് ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് റിലയൻസിൻ്റെ ചാർട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ റിലയൻസിൻ്റെ ചാർട്ടാണ്. ഇപ്പോൾ റിലയൻസ് ഒരു ഓൾ ടൈം ഹൈ എടുത്തിട്ട് താഴേക്ക് വരാണ്. നമുക്ക് റിലയൻസിൻ്റെ ചാർട്ടിൽ ലെവൽസ് ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കൊരു ട്രെൻഡ് ലൈൻ ഇവിടെ മാർക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു ലോയും കണക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ അടുത്തത് നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് ലെവൽ മാർക്ക് ചെയ്യാം. ആദ്യം ഇവിടെ റെസിസ്റ്റൻസ് ആയിരുന്നു. ആ റെസിസ്റ്റൻസ് ആണ് ഇവിടെ ബ്രേക്കൗട്ട് ചെയ്ത് താഴെ ഇവിടെ റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പോയിന്റ് കൂടി നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. അതായത് 2668ഉം 2622. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് ചെയ്ത് ഈ ഒരു സ്റ്റോക്സ്, അതായത് റിലയൻസ് ഇൻഡസ്ട്രീസ് ഈ 2668 അല്ലെങ്കിൽ 2622 ലെവൽ വന്നിട്ട് തിരിച്ച് കയറുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു ബൈ ചാൻസ് ഉണ്ട്. ഈ ഒരു സ്റ്റോക്സ് പുതിയൊരു ഹൈ എടുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അതായത് ഇനി ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു അതായത് 3500 ലെവലൊക്കെ ടച്ച് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ലോങ് ടൈമിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തായാലും നല്ല രീതിയിൽ റിട്ടേൺസ് ഈ റിലയൻസ് ഇൻഡസ്ട്രീസിൽ നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഡൗൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രേക്കൗട്ട് നോക്കാം. അതല്ലെങ്കിൽ നമ്മളൊരു ബ്രേക്കൗട്ട് ബൈ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ലെവൽ ബ്രേക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് 3054 ലെവലൊക്കെ ബ്രേക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. ഈ ഒരു ഹൈ വരെ പോകാൻ ചാൻസ് ഉണ്ട് ഷോർട്ട് ടൈമിൽ. അതിൽ ലോങ് ടൈമിലേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സപ്പോർട്ടിൽ ടച്ച് ചെയ്ത് തിരിച്ച് കയറുകയാണെങ്കിൽ നമുക്ക് ബൈ എടുക്കാം. അതല്ലെങ്കിൽ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താലും നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. ഈ ഒരു ട്രെൻഡ് ലൈൻ വരെ ടച്ച് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിത് സെലക്ട് ചെയ്തിരിക്കുന്നത് ഗ്രീൻ ഹൈഡ്രജൻ സ്റ്റോക്സിൻ്റെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ സ്റ്റോക്സ് ഫ്യൂച്ചറിലാണ് നല്ല രീതിയിൽ അപ്സൈഡ് പോകാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലോങ് ടൈമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു സ്റ്റോക്സ് റിലയൻസ് ഇൻഡസ്ട്രീസ് നിങ്ങളൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ലെവൽസ് എന്ന് പറയുന്നത് 2668, 2622. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. പിന്നെ ഈ ലെവൽസൊക്കെ വരുമ്പോൾ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഒരു കറക്ഷനൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇതേപോലുള്ള സെക്ടറുള്ള സ്റ്റോക്സുകൾ സെലക്ട് ചെയ്തിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. ആ സ്റ്റോക്സിൽ സപ്പോർട്ടിൽ ടച്ച് ചെയ്ത് തിരിച്ച് കയറുന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫ്യൂച്ചറിലൊക്കെ നല്ല രീതിയിൽ നമുക്ക് റിട്ടേൺസ് കിട്ടാൻ ചാൻസ് ഉള്ള സ്റ്റോക്സുകളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജിസ് വീഡിയോസ് ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.